നമുക്കൊന്ന് വടക്കുന്നാഥം വരെ പോയാലോ? വലിയ വിശേഷമൊന്നുമില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടാ. 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ദുബായിലാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോകാന്ന് വിചാരിച്ചു. മുടക്ക് ദിവസം നല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അമ്പലത്തില്. തൃശ്ശൂരുകാരായിട്ട് പോലും ഇതുവരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറാത്ത ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളെ മസ്റ്റായിട്ട് കയറേണ്ട ഒരു സ്ഥലം കേട്ടോ. അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. തൊഴാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരു ഹോട്ടലിലേക്കായിരുന്നു മസാല ദോശ കഴിക്കാനായിട്ട്. ഈ ക്ഷേത്ര ദർശനവും അത് കഴിഞ്ഞിട്ടുള്ള മസാല ദോശ കഴിക്കലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ തീർത്ത് വൈകുന്നേരം ആയപ്പോഴാണ് എനിക്കിത് എൻ്റെ ഫ്രണ്ടിൻ്റെ വക ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയത് കേട്ടോ. ഷാർജയിലുള്ള എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി അയച്ചതാട്ടോ. അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയത് കണ്ടപ്പോൾ. ഒരു 10-25 വയസ്സ് വരെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം 30 അടുക്കുമ്പോൾ മനസ്സിലെന്തോ വല്ലാത്തൊരു വേദന വന്നുകൊണ്ടിരിക്കുകയാണ്.